ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഏത്തയ്ക്ക തൊലി തോരനാണ്. അതിനുവേണ്ടി ഏത്തക്കായുടെ തൊലി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ കറ കളയാൻ വേണ്ടി ഉപ്പും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച ശേഷം മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുകിട്ട് പൊട്ടിച്ചു. കടുക് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് വഴറ്റി. പിന്നെ ഈ വാഴയ്ക്ക തൊലി ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റി, എണ്ണയിൽ കിടന്ന് നന്നായി വഴറ്റി. എന്നിട്ട് 1/4 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു. ഒരു 1/2 സ്പൂൺ ഉപ്പും നമ്മളിട്ട് നന്നായി ഇളക്കി. ഈ വാഴയ്ക്ക തൊലി വെളിച്ചെണ്ണയിൽ കിടന്ന് പിന്നെ ഉപ്പും മഞ്ഞളൊക്കെ കൂടി നന്നായി ഇളക്കിയിട്ട് നന്നായി കൂടിയാലാണ് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ചു. പിന്നെ നമ്മൾ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മൾ ജീരകവും പിന്നെ തേങ്ങയും കൂടെ എടുത്ത് വെച്ചായിരുന്നു, അതിനകത്തിട്ടു. അങ്ങനെ ആ അരപ്പ് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഈ അരപ്പ് അരച്ച് കൊണ്ടുവന്നിട്ട് ഇത് പകുതി വേവായിട്ടോ. അപ്പോഴത്തേക്കും വാഴയ്ക്ക നന്നായി വെന്തു. 1/4 വേവുമല്ല, പകുതി വേവല്ല, 1/4 വേവുമല്ല, മുഴുവനും തന്നെ വെന്തു. എന്നിട്ട് നമ്മൾ ആ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച ചട്ടിയിൽ നിന്നും നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വാഴയ്ക്ക തോരൻ വെക്കുന്നതിനേക്കാൾ അധികം നല്ല രുചിയുള്ള ഉപ്പേരിയാണ് വാഴയ്ക്ക തൊലിയുടെ തോരൻ.